ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. ഓരോ സംസ്ഥാനത്തും ആഗോള നിലവാരത്തിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമെങ്കിലും വികസിപ്പിക്കാനും എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും ലഭ്യമാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന നിതി ആയോഗിന്റെ 10ാം ഭരണസമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തിയതോടെ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും മറ്റന്നാളും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 28 വരെ മീൻപിടുത്തം നിരോധിച്ചു. കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ജില്ലകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. സഹായങ്ങൾക്കായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ 3950 ക്യാമ്പുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ. ഈ മാസം 27ഓടെ മധ്യപടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അടുത്ത 16 ദിവസം വലിയ ജാഗ്രത വേണം. രാത്രി യാത്രകൾ കഴിവതും ഒഴിവാക്കണം. ദുരന്ത മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് മാറി താമസിക്കണം. മത്സ്യത്തൊഴിലാളികൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി, എലിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കൊച്ചി തീരത്തിന് സമീപം അറബിക്കടലിൽ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടു. വിഴിഞ്ഞത്തു നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട MSC എൽസ 3 എന്ന ലൈബീരിയൻ കപ്പലാണ് തീരത്തിന് 38 നോട്ടിക്കൽ മൈൽ അകലെ ചരിഞ്ഞത്. കപ്പലിലെ 25 ജീവനക്കാരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. കടലിൽ വീണ വസ്തുക്കൾ തീരത്തടിഞ്ഞാൽ ആരും തുടരുതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇവ കണ്ടാൽ 112 എന്ന നമ്പറിൽ അറിയിക്കണം. കപ്പലിൽ നിന്ന് 8ഓളം കാർഗോ കടലിൽ വീണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് പറഞ്ഞു. ഇവ വടക്കൻ കേരള തീരത്ത് അടിയാനാണ് സാധ്യത കൂടുതലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 122ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. തുടർന്ന് മലയാള പരിഭാഷയും കേൾക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത മാസം 3-ന് ഡൽഹിയിലെത്തും. CPIM കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ യോഗങ്ങളിൽ പങ്കെടുക്കാനാണ് പിണറായി വിജയൻ ഡൽഹിയിലേക്ക് പോകുന്നത്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. സംസ്ഥാനത്ത് മിൽമ സമരം പിൻവലിച്ചു. മന്ത്രി ജെ ചിഞ്ചുറാണിയുമായി തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സൈബർ തട്ടിപ്പുകൾക്കെതിരായ ബോധവൽക്കരണ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ പോലീസ് സൈബർ വിഭാഗവും മിൽമയുമായി കൈകോർക്കും. നാളെ മുതൽ വിതരണം ചെയ്യുന്ന പാൽ കവറുകളിൽ പോലീസിന്റെ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 സുരക്ഷാ സന്ദേശങ്ങളും രേഖപ്പെടുത്തും. ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിനായുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രവേശിച്ച് അപേക്ഷകർക്ക് ഫലം പരിശോധിക്കാം. ബുധനാഴ്ച വൈകിട്ട് 5 വരെ തിരുത്തലുകൾ വരുത്താം. സെറിബ്രൽ പാൾസി രോഗം ബാധിച്ച മകളെ പരിചരിക്കുന്നതിന് ആശ്വാസകിരണം പദ്ധതി വഴി നൽകുന്ന ധനസഹായം 1 മാസത്തിനകം അമ്മയ്ക്ക് അനുവദിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. കൊട്ടാരക്കര മൈലം സ്വദേശിനി PR രാധാമണി അമ്മയ്ക്ക് തുക അനുവദിക്കാനാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ സംഘർഷത്തെ തുടർന്ന് വിദ്യാർത്ഥി ഷഹബാസ് മരിക്കാനിടയായ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾക്കെതിരെയാണ് താമരശ്ശേരി പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ശുഭ്മൻ ഗിൽ ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. വരുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിലാണ് ഗിൽ ടീം ഇന്ത്യയെ നയിക്കുക. മലയാളി താരം കരുൺ നായരും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ കിദംബി ശ്രീകാന്ത് മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സിംഗിൾസ് ഫൈനലിൽ. നാളെ നടക്കുന്ന ഫൈനലിൽ ചൈനയുടെ ലിഷി ഫെങ്ങിനെ ശ്രീകാന്ത് നേരിടും. രാജ്യത്ത് ആദ്യമായി തുടങ്ങുന്ന കോളേജ് പ്രൊഫഷണൽ സ്പോർട്സ് ലീഗിന് മറ്റന്നാൾ മലപ്പുറത്ത് കിക്ക് ഓഫ്. കോളേജ് സ്പോർട്സ് ലീഗ് കേരളയിൽ ഫുട്ബോൾ, വോളിബോൾ ലീഗുകളാണ് ഇക്കൊല്ലം ആരംഭിക്കുന്നത്. കോട്ടയം ജില്ലയിൽ ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം അപേക്ഷകർ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. 2024 ആഭ്യന്തര യുദ്ധത്തിൽ രാസായുധങ്ങൾ ഉപയോഗിച്ചുവെന്ന ഔദ്യോഗിക സ്ഥിരീകരണത്തെ തുടർന്ന് സുഡാനുമേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്താനൊരുങ്ങിയ അമേരിക്ക. ജൂൺ 6 മുതൽ ഉപരോധം പ്രാബല്യത്തിൽ വരും. പത്തനംതിട്ട കടമനിട്ടയിൽ 2017 +2 വിദ്യാർത്ഥിനിയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സജലിന് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി ജീവപര്യന്തം കഠിന തടവ് വിധിച്ചു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.